Hello dear students, welcome back. JEE Advanced 2024 ഈ വർഷത്തെ JEE Advanced എക്സാം മെയ് 26 ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുക. നൗ അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം JEE മെയിൻസ്? മെയിനുമായി എന്താണ് അഡ്വാൻസിൻ്റെ വ്യത്യാസം? അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുന്നവർക്ക് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് അല്ലാതെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്. കേരള എഞ്ചിനീയറിംഗ് കീം ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കുസാറ്റ് ഉണ്ട്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ബിറ്റ്സാറ്റ് ഉണ്ട്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിൻ്റെ ഒക്കെ അണ്ടറിൽ എഞ്ചിനീയറിംഗ് കോളേജുകളും കോഴ്സുകളും ഉണ്ട്. നൗ ഈ കാണുന്ന മൊത്തം എൻട്രൻസ് എക്സാമുകളിൽ ഞാൻ ആക്ച്വലി രണ്ട് കാറ്റഗറികളാണ് ഉണ്ടാക്കാറുള്ളത്, മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ്. ഈ രണ്ട് കാറ്റഗറികളേ ഉള്ളൂ. ആക്ച്വലി മെയിൻസിൻ്റെ കാറ്റഗറികളാണ് ബാക്കി എല്ലാ എൻട്രൻസ് എക്സാമുകളും എക്സെപ്റ്റ് അഡ്വാൻസ്. അഡ്വാൻസ് അല്ലാത്ത എല്ലാ എക്സാമുകളും ഒരു കാറ്റഗറിയും, അഡ്വാൻസ് ഇറ്റ്സ് ഓൺ ഹോൾ അനദർ ലെവൽ. അഡ്വാൻസ് എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലുള്ള എക്സാമാണ്. അപ്പോൾ മെയിൻസും അതുമായി ബന്ധപ്പെട്ട എക്സാമുകളുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ, JEE മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ഡിഫറെൻറ്റ് എക്സാമുകൾക്ക് ഡിഫറെൻറ്റ് അപ്രോച്ച് ഉണ്ടാവും, ബട്ട് പ്രിപ്പറേഷൻ ഈസ് ദ സെയിം. എക്സാം ഹാളിലെ അപ്രോച്ചും സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആയിരിക്കും. നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് JEE അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡും ബാക്കി എക്സാമുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? എൻ്റെ അഭിപ്രായത്തിൽ JEE അഡ്വാൻസ്ഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൺസെപ്ച്വലി മെയിൻസിനേക്കാളും വലിയ വ്യത്യാസത്തിലല്ല ഉള്ളത്. പിന്നെ എങ്ങനെയാണ് JEE അഡ്വാൻസ്ഡ് ഡിഫറെൻ്റ് ആകുന്നത്? അതിൻ്റെ കാരണങ്ങൾ മറ്റ് പലതാണ്. കൺസെപ്റ്റിലുള്ള ലെവൽ വ്യത്യാസങ്ങളല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് JEE അഡ്വാൻസ്ഡ് ഡിഫറെൻ്റ് ആകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ട പോയിന്റ്, JEE മെയിൻ ഒരൊറ്റ പേപ്പറാണെങ്കിൽ JEE അഡ്വാൻസ് 2 പേപ്പറാണ്. 3 മണിക്കൂറിൻ്റെ 2 പേപ്പറുകളായിട്ട് ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് മുന്നേയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് 3 മണിക്കൂറിൻ്റെ ആ 2 എക്സാം പേപ്പറിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വരുന്ന ഒരു ഹോൾ ഡേ എക്സാമാണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. മെയിൻസ് സ്വാഭാവികമായിട്ടും 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഇറ്റ് മേക്സ് എ ഡിഫറൻറ്റ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കൂർ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, മെയിൻസിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൾട്ടി കൺസെപ്റ്റ് അല്ലെങ്കിൽ മിക്സ്ഡ് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും അഡ്വാൻസ്ഡ് ഉണ്ടാവുക. അഡ്വാൻസിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മെയിൻസിലെ 2 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പോലെയായിരിക്കും. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഫ്ലൂയിഡ്സും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മെയിൻസ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ്സിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ. എന്നാൽ അഡ്വാൻസിന് പലപ്പോഴും ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും മെയിൻസ് ലെവലിലെങ്കിലും പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമ്മുടെ 3 മണിക്കൂർ സമയം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ലെവൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മറ്റ് പല ചാപ്റ്റേഴ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്വാൻസിൻ്റെ എക്സാമിൽ കാണാവുന്നതാണ്. മറ്റൊന്ന്, മെയിൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്ന മറ്റൊരു കാര്യം, JEE അഡ്വാൻസിന് സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട്. ഫിസിക്സിനും മാത്സിനും കെമിസ്ട്രിക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ലീവ് ചെയ്യുക അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് തീരെ പ്രിപ്പയർ ചെയ്യാതിരിക്കുക എന്ന നടപടി അഡ്വാൻസിൽ വില പോകുന്നതല്ല. നെക്സ്റ്റ്, അഡ്വാൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ എക്സാംസ്? അതതിൻ്റെ പാറ്റേൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 3 മണിക്കൂർ എക്സാം, 2 പേപ്പറുകളുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട്, മിക്സഡ് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കൂടാതെ ഈ മിക്സ്ഡ് കൺസെപ്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്സ് ആണ് എന്നുള്ളതും ഓൾറെഡി ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എക്സാം ഹാളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിക്കുമ്പോൾ മാത്രമാണ് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം വന്നിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ദ പാറ്റേൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിൽ ഞാനൊരു 3 വർഷം 4 വർഷത്തെ JEE അഡ്വാൻസിൻ്റെ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ഐ ഫൗണ്ട് അറൌണ്ട് 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാ വർഷവും ചോദിച്ചു എന്നല്ല, പല വർഷങ്ങളായി പല മോഡലായിട്ട് 10 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു. അതിൻ്റെ മാർക്കിംഗ് സ്കീമിൽ വ്യത്യാസമുണ്ട്. നൗ അതിൽ എല്ലാ ഇയറിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ് 1 or more than 1 ഈസ് കറക്റ്റ്. ഒന്നോ അതിൽ കൂടുതലോ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൻ്റെ മാർക്കിംഗ് +4 and -2. പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടാവാറുണ്ട്. നൗ അവിടെ 3 ഓപ്ഷൻസ് റൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ മാത്രം ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 1 മാർക്ക്.
ഫസ്റ്റും സെക്കൻഡും ബബിൾ ചെയ്താൽ യു ഗെറ്റ് 2 മാർക്ക്, ഫസ്റ്റും സെക്കൻഡും തേർഡും ബബിൾ ചെയ്താൽ യു ഗെറ്റ് 4 മാർക്സ്. ഇഫ് യു ബബിൾ എ റോങ് ഓപ്ഷൻ യു ഗെറ്റ് നത്തിങ് ആൻഡ് യു ഗെറ്റ് -2 മാർക്ക്. ഒരു റോങ് ഓപ്ഷൻ നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റൈറ്റ് ആൻസർ ബബിൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഡസൻ മാറ്റർ, യു ഗെറ്റ് -2 മാർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ഓപ്ഷൻസും ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഷുവർ ആണ് അത് കറക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ. സോ യു ഗെറ്റ് ടയർഡ് ഓഫ് മേക്കിംഗ് ദീസ് ഡിസിഷൻ. നമ്മളത് ബബിൾ ചെയ്യണോ വേണ്ടയോ, നമുക്ക് ഉറപ്പില്ലാത്തൊരു ഓപ്ഷൻ, നമ്മൾ വി ഫൗണ്ട് ദാറ്റ് ഇറ്റ്സ് കറക്റ്റ് ബട്ട് വി ആർ നോട്ട് സോ ഷുവർ. അങ്ങനെ വരുമ്പോൾ അത് ബബിൾ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. കാരണം ഇൻ കേസ് അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ യു ഗെറ്റ് എക്സ്ട്രാ മാർക്ക്, അത് റോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ബബിൾ ചെയ്ത കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് പോലും മാർക്ക് കിട്ടാതെ ഉള്ളതിൽ നിന്ന് 2 മാർക്ക് പോവുകയും ചെയ്യും. ഈ തരത്തിലൊക്കെയാണ് JEE അഡ്വാൻസ് എക്സാം അതിൻ്റെ കണ്ടസ്റ്റൻസിനെ ആക്ച്വലി തളർത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, നൗ മറ്റൊരു മോഡൽ ടിപ്പിക്കൽ MCQ, ഓൺലി 1 ഓഫ് ദീസ് 4 ആർ കറക്റ്റ്. ഏതെങ്കിലും ഒന്ന് മാത്രം കറക്റ്റ്. അതിൻ്റെ മാർക്കിംഗ് സ്കീം +3 -1. നോൺ നെഗറ്റീവ് ഇൻറ്റീജർ ആണ്, നെഗറ്റീവ് അല്ല. ഏത് നമ്പറും ആവട്ടെ, 0 to 9 അല്ല, അങ്ങനെ അല്ലാത്ത ഇൻറ്റീജർ വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ മാർക്കിംഗ് സ്കീം ഉണ്ടായിരുന്നത്, അത് യാതൊരു ഉറപ്പുമില്ല, ഡിഫറെൻറ്റ് മോഡൽസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. +4 0, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ചിങ്. മുമ്പ് ഞാൻ എഴുതുന്ന സമയത്ത് മാട്രിക്സ് മാച്ചിങ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറേം കൂടെ ഡിഫറൻ്റ് ആയിട്ട് ലിസ്റ്റുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മാർക്കിംഗ് സ്കീം +3 -1. ഈ ലിസ്റ്റിൽ തന്നെ ലിസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോളം 1ലുള്ള എല്ലാം ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങളാവണമെന്നില്ല, കോളം 2ലുള്ളതും ഒരേ ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങളാവണമെന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലൈക്ക് സോൾവിങ് 4 ക്വസ്റ്റ്യൻസ് അറ്റ് ദ സെയിം ടൈം. അതായത് ആ ലിസ്റ്റിലെ കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന അത്രയും സമയം എടുത്താലേ ഫസ്റ്റ് 1 നമ്മൾ മാച്ചിങ് ആയിട്ട് കണ്ടുപിടിച്ചു, തീരുമാനമായില്ല. സെക്കൻഡ് വൺ ഇറ്റ്സ് എ എൻ്റയർലി ഡിഫറെൻറ്റ് പ്രോബ്ലം, അതുമായി ബന്ധമൊന്നുമില്ല, അത് വേറെ ഏതോ ചാപ്റ്ററിലുള്ള പ്രോബ്ലം ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സോൾവിങ് 3 ക്വസ്റ്റ്യൻസ് അറ്റ് ദ സെയിം ടൈം. എന്നിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ രീതിയിലാണ്, അങ്ങനെയാണ് അത് മെയിൻസിൽ നിന്ന് ഇത് ഡിഫറെൻ്റ് ആവുന്നത്. നമ്മൾ മെയിൻസിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന എഫക്റ്റ് ആണ് ഒരു ലിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാരഗ്രാഫ് ബേസ്ഡ് ന്യൂമറിക്കൽ വാല്യൂ. ഒരു കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. +3 0. ന്യൂമറിക്കൽ ആണെങ്കിൽ യൂഷ്വലി നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാറില്ല. അതിൽ തന്നെ ന്യൂമറിക്കൽ വാല്യൂ ആണ് എങ്കിൽ അത് 2 ഡെസിമൽ പോയിന്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനും പറയാറുണ്ട്. Now, single digit integer ranging from 0 to 9 both inclusive. 0 മുതൽ 9 വരെയുള്ള ഏതോ ഒരു ഇൻറ്റീജർ ആവാം, അതിന് +3 -1 ആണ് മാർക്കിംഗ് സ്കീം. ന്യൂമറിക്കൽ വാല്യൂ ട്രങ്കേറ്റ് റൗണ്ട് ഓഫ് ടു വാല്യൂ ടു 2 ഡെസിമൽ പ്ലേസസ്. ന്യൂമറിക്കൽ വാല്യൂ പാരഗ്രാഫ് ബേസ്ഡ് അല്ല, ഡയറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻസ്. നൗ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ വൺസ് അഗൈൻ 2 ഡെസിമൽ പോയിന്റ്സിലേക്ക് നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യണം. അത് ഏതോ ഒരു വർഷം +3 0, 3 മാർക്ക് പോസിറ്റീവ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. സംടൈംസ് അത് +4 0 മാർക്കിംഗ് സ്കീമിലും ചോദിച്ചിട്ടുണ്ട്. നൗ 2 വർഷം മുന്നേ ക്വസ്റ്റ്യൻ സ്റ്റെം ബേസ്ഡ് ന്യൂമറിക്കൽ വാല്യൂ, പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല, പകരം ക്വസ്റ്റ്യൻ സ്റ്റെം തന്നിട്ട് അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, അതിന് തന്നെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. സോ +2 0, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല. പാരഗ്രാഫ് ബേസ്ഡ് സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് +3 -1. നമ്മുടെ MCQ പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് അത് പാരഗ്രാഫ് ബേസ്ഡ് ആണ്, +3 -1. നൗ ഇങ്ങനെ അറൗണ്ട് 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും മാർക്കിംഗ് സ്കീമും എനിക്ക് അവിടെ ഒരു 3 വർഷത്തെ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് JEE അഡ്വാൻസിനെ മറ്റ് എക്സാമുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, ഹൗ ടു പ്രിപ്പയർ ഫോർ ദാറ്റ്? എങ്ങനെ നമുക്ക് JEE അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാം? ദ ഓബ്വിയസ് ആൻസർ ഈസ്, ഫസ്റ്റ് സ്റ്റെപ്പ്, എല്ലാ ചാപ്റ്റേഴ്സും യു ഹാവ് ടു ബി റെഡി അപ് ടു ദ ലെവൽ ഓഫ് JEE മെയിൻസ്. എല്ലാ ചാപ്റ്ററും JEE മെയിൻ്റെ ലെവലിലെങ്കിലും നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊരു മസ്റ്റ് ആണ്. എങ്കിലേ നമുക്കൊരു 3 hours, കാരണം മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ടോപ്പിക് അറിയാം, മറ്റൊരു ടോപ്പിക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ മെയിൻസ് ലെവലിലെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത ചാപ്റ്റേഴ്സിൻ്റെ മെയിൻസ് ക്വസ്റ്റ്യൻസ് ആദ്യം ഫിനിഷ് ചെയ്യുക. ദെൻ യു ക്യാൻ ക്ലൈം ടു JEE അഡ്വാൻസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. JEE അഡ്വാൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നൗ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാം. എസ്പെഷ്യലി 3 dimensional ജോമെട്രി, വെക്റ്റർ ഓൾജിബ്ര, മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. കഴിഞ്ഞ വർഷം കുറച്ചൊരു വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഇൻ്റഗ്രൽ കാൽക്കുലസ് സ്വാഭാവികമായിട്ടും ടഫാണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ട്രിഗണോമെട്രി, ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിന് ഡിഫറെൻറ്റ് വെയിറ്റേജ് ഉണ്ട്. നൗ അതിൽ ഒരു തമ്പ് റൂൾ പറയാനുള്ളത്,
നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നതുമായ ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം പല വർഷങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാറുണ്ട്. ഇപ്രാവശ്യം JEE മെയിൻ സെഷൻ 1 വന്നത് നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ സെലക്റ്റീവ് ആകുന്നതിൻ്റെ കൂടെ എല്ലാ ചാപ്റ്റേഴ്സിലും മിനിമം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. സെലക്റ്റീവ് ആകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ് കെമിസ്ട്രി ഈസ് ഗോയിങ് ടു ബി വെരി ക്രൂഷ്യൽ. സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടെങ്കിലും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഒരേ വെയിറ്റേജും ഒരേ മാർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കെമിസ്ട്രിയിലെ ഇനോർഗാനിക്, ഓർഗാനിക് പോലുള്ള ഭാഗങ്ങളിൽ അധികം സമയം ഉപയോഗപ്പെടുത്താതെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാം, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് എങ്കിൽ. കെമിസ്ട്രിയിലെ ബോറിംഗ് ടോപ്പിക് ആണെന്ന് സാധാരണ പറയുന്ന ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാവുന്നതാണ്. നൗ ആ മാർക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യുന്നു എങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റാങ്കിനെ ഉയർത്താൻ സാധിക്കും. നൗ ഈ രീതിയിലാണ് നിങ്ങൾ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അഡ്വാൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും മെയിൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങൾക്ക് അഡ്വാൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്കോർ ഉയർന്നുകൊണ്ടിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.